നമസ്കാരം, മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQസിൻ്റെ മോർണിംഗ് ലൈവ് സെക്ഷനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്താൻ ശ്രമിക്കുക. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ട്രേഡിങ്ങിനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനും കൂടെ ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 1.5 വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഈ ചാർട്ട് തന്നെയാണ് 1.5 വർഷമായിട്ട് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പ്രീവിയസ് ആയിട്ടുള്ള വീഡിയോസൊക്കെ കണ്ടറിയാൻ പറ്റും. 1 വർഷം മുമ്പുള്ള വീഡിയോസൊക്കെ പോയി ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ചാർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാം. അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തതിന് ശേഷം ഈ ഒരു ചാർട്ട് പഠിച്ചാൽ നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കുറക്കാനൊക്കെ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു ചാർട്ട് പഠിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. അതുകൂടാതെ തന്നെ ഈ ഒരു ചാർട്ട് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ സോണ് നമുക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാൻ ഉള്ള ധൈര്യങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ടാണ്, ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് യൂസ് ചെയ്യുന്നത്. അത് നിഫ്റ്റി മാത്രമല്ല, F&O സെഗ്മെൻറ്റ്, MCX അതായത് കൊമോഡിറ്റി സെഗ്മെൻറ്റ്, ഫോറക്സ്, ക്രിപ്റ്റോ എല്ലാത്തിലും നമുക്ക് ഈ ഒരു ചാർട്ട് വളരെ ഭംഗിയായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം, ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്. എൻ്റേതായിട്ടുള്ള ഈ ഒരു ചാർട്ടിൻ്റെ റീഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ്, മൈൻഡ് സെറ്റ് ഓക്കെയാനുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ നിഫ്റ്റി ഓപ്ഷൻ ബയ്യറാണ്. അപ്പോൾ ഓപ്ഷൻ ബൈയിൽ, അതായത് നിഫ്റ്റിയുടെ ലൈവ് ട്രേഡിങ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വ്യൂ അനലൈസ് ആണ് അവിടെ. രാവിലെ 9:15 തൊട്ട് 11 മണി വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:15, 3:30 വരെ. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് ട്രേഡ് ചെയ്ത് ലോസ് വരുന്നവർ, ഓവർ ട്രേഡ്, റിവഞ്ച് ട്രേഡ് ചെയ്യുന്നവർ, രാവിലെ പ്രോഫിറ്റ് വൈകിട്ട് ലോസ്, 2 ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ പേടിച്ച് മാറി നിൽക്കുക. എങ്ങനെ പോയാലും ലോസോട് ലോസ്, മാസാവസാനം ഒന്നും ഇല്ലാത്തൊരവസ്ഥ. അപ്പം നിങ്ങൾക്ക് ഒരു സപ്പോർട്ടിന് ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, ഒരു ലോസ് റിക്കവർ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ള തോന്നലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എന്നെ കോൺടാക്റ്റ് ചെയ്യാം, ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ലൈവ് വീഡിയോസൊക്കെ എടുത്തൊന്ന് കാണുക. അതിലൊരു കാരണവശാലും ഞാൻ ഇന്ന സ്ഥലത്ത് എടുക്കൂ, ഇന്ന സ്ഥലത്ത് വിൽക്കൂ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ വ്യൂ ആണ് അനലൈസ് ചെയ്യുന്നത്. നിങ്ങളെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ട്രേഡർ ആക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ലക്ഷ്യം. അതായത് പരസഹായമില്ലാതെ നിങ്ങൾക്ക് എൻട്രിയും എക്സിറ്റും ചെയ്യാനായിട്ട് പറ്റണം. ഞാൻ എടുക്കാനും വിൽക്കാനും പറഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ ഡെഡാവും. നിങ്ങൾക്ക് ഒരു കാലത്തും ഒരു ചിന്തിച്ച് പ്രവർത്തിച്ച് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവില്ലായ്മ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ അനലൈസ് ചെയ്യുന്നു, നിങ്ങളത് മനസ്സിലാക്കി. നിങ്ങൾക്ക് പകരം, നിങ്ങൾ അനലൈസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് പകരം ഞാൻ അനലൈസ് ചെയ്യുന്നു. ഞാൻ അനലൈസ് ചെയ്യുന്നത് നിങ്ങൾ അനലൈസ് ചെയ്യുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻട്രി എക്സിറ്റൊക്കെ പ്ലാൻ ചെയ്യാം. വെറുതെ കിട്ടുന്ന കാശ് നമുക്ക് യൂസ്ഫുൾ ആവത്തില്ല. നമ്മളുടെ കഷ്ടപ്പാടും കൂടെ ഉണ്ടെങ്കിലേ അത് നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ടും ആ ഒരു ഫണ്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട് സ്റ്റേബിളായിട്ട് നിൽക്കത്തുള്ളൂ എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം. ലൈവിൻ്റെ ഒരു ട്രേഡേഴ്സ് ഗ്രൂപ്പ് ഉണ്ട് ലൈവിൻ്റെ, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ വരും ദിവസങ്ങളിൽ ഫോറക്സിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ട്. വൈകിട്ട് ലൈവ് തീരുമാനമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഫോറക്സിൻ്റെ ഒക്കെ ലൈവ് താല്പര്യമുള്ളവരൊക്കെ വിളിക്കുക. മിനിമം ഒരു 10-15 പേരൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. വൈകിട്ട് ഒരു 8 തൊട്ട് 9 വരെ, ഒരു 1.5 മണിക്കൂർ, അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എനിവേ നമുക്ക് ലൈവിലേക്ക് പോകാം. വീഡിയോ മുഴുവനായിട്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. പഠിക്കാൻ താല്പര്യമുള്ളവരോ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരോ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റോടു കൂടി നമുക്ക് ലൈവിലേക്ക് പോകാം. ഓക്കെ, സമയം 9:08 ആയിട്ടുണ്ട്. മാർക്കറ്റ് 59 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ്. അപ്പോൾ ഇന്നത്തെ ഓപ്പണിന് വളരെ ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞേച്ചതാണ്. ഈ ഒരു ബോക്സിൻ്റെ ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്, ഈ ബോക്സിൻ്റെ അകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കൺസോൾട്ടേഷൻ ആയിരിക്കും. ബഡ്ജറ്റിനോടനുബന്ധിച്ചിട്ടൊക്കെയാണ് പിന്നെ ഒരു മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകത്തുള്ളൂ. ആൾക്കാർ ഒന്നെങ്കിൽ ഒറ്റയടിക്ക് വിറ്റൊഴിവാക്കും, എന്നിട്ട് താഴത്തുനിന്ന് വീണ്ടും മേടിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇങ്ങനെ കൺസോൾട്ടേഷൻ ആയിക്കൊണ്ടിരിക്കും. സാധാരണ അങ്ങനെയാണ് ഇങ്ങനെയുള്ള ന്യൂസ്, ബഡ്ജറ്റ് അങ്ങനെയുള്ള സമയത്തും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് തൽക്കാലം അനലൈസ് ചെയ്ത് നിർത്താം. വലിയ ധൃതി പിടിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞ തന്നെയാണ് ഇന്നും പറയുന്നത്. ഒരു 3 ക്യാൻഡിലൊന്ന് ചെറിയ രീതിയിൽ അപ്പായാലും, ഒരു 5 പോയിൻ്റ് അപ്പായാലും
ചിലപ്പോൾ ഒരു 20 പോയിൻ്റൊക്കെ ഒറ്റയടിക്ക് ഡൗൺ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം സ്റ്റോപ്പ് ലോസ് ഒക്കെ, കാരണം ഇന്ന് പ്രോഫിറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള പരിപാടി കംപ്ലീറ്റ് നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ന് ശ്രദ്ധിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് മാസീവ് പ്രോഫിറ്റൊക്കെ വന്നേക്കാം, അത് സെക്കൻഡറി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ തന്നെയാണ്. പിന്നെ പറയാനുള്ളത്, പലരും പല ന്യൂസൊക്കെ കണ്ടു കാണും, അതായത് ഇന്ന് മാർക്കറ്റ് നല്ല സെല്ലിംഗ് പ്രഷറായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും ഇന്ന് മാർക്കറ്റ് നല്ല ഏതായാലും പ്രൈസ് പറയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. 24 പ്ലസ് 59 24,574. അപ്പോൾ 24,552 ഒരു സപ്പോർട്ട് സോൺ എന്നുള്ളത്. ആ സപ്പോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ വീണ്ടും മാർക്കറ്റ് 24,512 വരും. നേരെ മറിച്ച് ഇവിടെ നിന്ന് അപ്പിലേക്കാണ് പോകണമെന്നുണ്ടെങ്കിൽ 24,634 മാർക്കറ്റ് പോണേ. ആ അപ്പ് എവിടെ നിന്ന് പോകണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ഡേ ഹൈ ഉണ്ട്, അതായത് ഇപ്പോൾ 59 പോയിൻ്റാണ് മാർക്കറ്റ് നിലവിൽ അപ്പായിരിക്കുന്നത്. ആ അപ്പ് റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉള്ള ഏരിയ മാഗ്നറ്റ് ആവുന്നില്ല. ഓക്കെ, പ്രീവിയസ് ഡേ ഹൈ, അപ്പോൾ അവിടം വരെയാണ് ഞാൻ താൽക്കാലികമായിട്ട് ഒന്ന് വെക്കുന്നത്. അപ്പോൾ ആ പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിന്നെ 24,634 മാർക്കറ്റ് പോകത്തുള്ളൂ. വലിയ കോംപ്ലിക്കേഷൻസ് ഒന്നും അത്ര വലുതായിട്ട് കാണുന്നില്ല. അപ്പോൾ 24,552 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 24,512 വരുള്ളൂ. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് തന്നെ 24,552 മുകളിലാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ സപ്പോർട്ട് എടുത്ത പോലെ പെട്ടെന്നൊന്ന് വന്ന് ഈ റെഡിൽ സപ്പോർട്ട് എടുത്തിട്ടായിരിക്കും പിന്നെ തിരിച്ച് മുകളിലോട്ടൊക്കെ പോകാനായിട്ടുള്ള ചാൻസസ്. അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ഫോർമേഷൻ വളരെ 15 അല്ല, ഒരു 3 ക്യാൻഡിൽ 9:45 10 മണി വരെയുള്ള ക്യാൻഡിലിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ നേരെ ആദ്യത്തെ ആ ഒരു ഏരിയ എന്ന് വെച്ചാൽ അത് പിന്നെയും പോയി. ആദ്യത്തെ ഏരിയ 24,594, അവിടുത്തെ മുകളിലോട്ട് പോയാൽ 24,634. നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ 24,512, അവിടെ നിന്നും കൺസോൾട്ടേഷൻ കഴിഞ്ഞ് ബ്രേക്ക് ഔട്ട് ആയാൽ 24,480. ഇന്ന് സപ്പോർട്ട് റെസിസ്റ്റൻസിന് വലിയ മാനിപ്പുലേഷൻ അതേപോലെയുള്ള വലിയ ഇൻവെസ്റ്റേഴ്സൊക്കെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് റെസിസ്റ്റൻസിനൊന്നും വലിയ പ്രാധാന്യമില്ല, അതൊക്കെ ഇടിച്ച് തകർത്ത് ഡാം പൊട്ടണ പോലെ പോകും. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമ്മൾ 3-4 പ്ലാനൊക്കെ തയ്യാറാക്കി വെച്ചാൽ ഓക്കെയാണ്. പിന്നെ പലരും ന്യൂസുകൾ, ഈ ന്യൂസിൻ്റെ കാര്യത്തിൽ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കാരണം അത് ഈ എന്താണ്, മീനെ കുരുക്കാനായിട്ട് തീറ്റ ഇടുന്നതിന് തുല്യമാണ് ന്യൂസ് എന്ന് പറയുന്ന കേസ്. 24,575 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 24,637. നേരെ മറിച്ച് താഴത്തോട്ടാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് സ്ട്രൈക്കും കൂടെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് കത്തി വെക്കാം. സിയിൽ 172, 24,600, 50 പോയിൻ്റ്, 218, 50 പോയിൻ്റ്. അപ്പോൾ ഒരു 24,600 താൽക്കാലികമായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, അതായിരിക്കും ബെറ്റർ. സിയിൽ പിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് 24,600, 24,600 സെറ്റ് ചെയ്യാം, അതായിരിക്കും ബെറ്റർ. രണ്ടും 24,600. 24,172 സി, 24,600, രണ്ടും 24,600. ഒരു പക്ഷേ ചിലപ്പോൾ രണ്ടും ഹെഡ്ജ് ചെയ്ത് വെച്ചാലും ചിലപ്പോൾ മാസീവ് പ്രോഫിറ്റൊക്കെ കിട്ടും. അത് ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ ഹെഡ്ജ് ചെയ്യണം, ബ്രേക്ക് ഔട്ട് ആകുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലവർ ഇന്നലെ എടുത്തിട്ട് ഇതൊക്കെ ഹെഡ്ജ് ചെയ്ത് വെക്കും. കാരണം ഇത് മാക്സ് പെയിൻ ലെവൽ എന്ന് പറയുന്ന ഒരു 2 ക്യാൻഡിൽസാണ്. ഇത് മാക്സ് പെയിൻ ലെവൽ എന്ന് പറയും. 9:13 ആയിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വൈകിട്ടത്തെ ലൈവിൽ പറഞ്ഞ പോലെ മാർക്കറ്റ് 2 മിനിറ്റിൻ്റെ നോക്കിയാൽ 3 ക്യാൻഡിൽ 4 ക്യാൻഡിൽ നല്ല രീതിയിൽ ഡംപായിട്ട് നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ സി അതനുസരിച്ചിട്ട് മൂവ്മെൻറ്റ് കിട്ടിയിട്ടുമില്ല. ഇന്നലെ ഉണ്ടായ സംഭവമാണ്. പിയിൽ മൂവ്മെൻറ്റ് കിട്ടി, സിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ സിയിൽ 165 താഴത്തോട്ട് വന്നാൽ മാർക്കറ്റ് പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ഏരിയ 135 ആണ്. അത് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം.
പിന്നെ സപ്പോർട്ട് എടുക്കാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 124. അപ്പോൾ ഈ സി മേളിലോട്ട് പോയാൽ 200 അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. 200, 210, 237. അപ്പോൾ പിയിലാണെങ്കിൽ മാർക്കറ്റ് നിലവിൽ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ളത് 252 പിന്നെ 240. അതും ബ്രേക്ക് ചെയ്താൽ പിന്നെയും താഴത്തോട്ട് 217 പി പോരും. മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 280 കഴിഞ്ഞാൽ 374 വരെയൊക്കെ ഇന്ന് നല്ല രീതിയിൽ മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ 373 വരെയും അതിന് താഴെ 358 ഒരു 360 വരെയൊക്കെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെ കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആയോ? ഓപ്പൺ ആയിട്ടില്ല. വീഡിയോ ഞാൻ ഓൺ ചെയ്തില്ലായിരുന്നു. 240 മുകളിലോട്ട് പി പോയി കഴിഞ്ഞാൽ 245, 252. അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയണത് ഈ ഒരു ബേസിലാണ്. അതായത് 217 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് മാർക്കറ്റ് ഡൗൺ ആവത്തുള്ളൂ. നേരെ മറിച്ച് സിയിലാണെങ്കിൽ ഒരു സേഫായിട്ടുള്ളൊരു എൻട്രി ഒക്കെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 185 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോകണം. 185 ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു 180 ഒക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 85 200 പോകാമെന്ന് മാത്രമേ ഉള്ളൂ. 243, 244, 245 ആ ഒരു 5 പോയിന്റ്. പിന്നെ അത് ഭയങ്കര വോൾട്ടാലിറ്റി ആയിരിക്കും. മാക്സിമം പോകാനുള്ളത് 252 കൺസോൾട്ടേഷൻ സോൺ വരെയാണ് പോകാനായിട്ടുള്ള ചാൻസസ് ഉള്ളൂ. അപ്പോൾ 245, 40 മുതൽ 45 വരെയുള്ള 5 പോയിന്റ്. ഇനി ഇവിടെ RSI ക്രോസ് ഓവർ ആയിട്ടുണ്ട്. ഈ ക്രോസ് ഓവർ ഒരു 180 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സേഫായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ 185 ഒക്കെ ബ്രേക്ക് ചെയ്യണം. 185 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 200 ഉള്ള ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നിലവിൽ ഹൈ ഉണ്ടായ 245 ബ്രേക്ക് ചെയ്താൽ 252 മാർക്കറ്റ് പോണത്. ഹൈ വോൾട്ടാലിറ്റി ആയിരിക്കും മാർക്കറ്റിൽ നിന്ന്. അതായത് നമുക്കൊരു കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കുക എന്നൊക്കെ പറഞ്ഞ് ഇന്ന് അത്ര വലിയ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ കോസ്റ്റ് ടു കോസ്റ്റിനും താഴെ പോയിട്ട് തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ടൊക്കെ കയറി പോകാനായിട്ടുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. 252 നിലവിൽ ഒരു കൺസോളേഷൻ സോണായിട്ട് ആക്ട് ചെയ്ത് നിൽക്കുന്നത്. 250, 252, 255 എക്സ്പാൻഷനായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ 240 മുതൽ 252, 50 വരെ 10 പോയിന്റ്. ഇനി എഗെയിൻ 252 ബ്രേക്ക് ചെയ്താൽ അപ്പോൾ നോക്കിയാൽ 252 പോയിട്ട് ഒറ്റടിക്കാണ് 6 പോയിന്റ് താഴത്തോട്ട് വന്നത്. ഇനി എഗെയിൻ 250 ബ്രേക്ക് ചെയ്താൽ 252, 255 ഭാഗത്തേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. 240 മുതൽ 252 വരെ. ഞാനൊന്ന് SMA ഓൾറെഡി മുകളിൽ കിടപ്പുണ്ട്. ഇതിൻ്റെ ഹയർ വിക്ക് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴും മാർക്കറ്റ് ബി സൈഡ് തന്നെയാണ്. 250 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 252 263 ഗ്യാപ്പ് ഫില്ലിങ്ങിനോ മാർക്കറ്റ് പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ആ റെഡൊന്നും അത്ര വലിയ റെഡ് ക്യാൻഡിലായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. ഒരു ഹൈ ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ നിലവിൽ കാണുന്നുണ്ട്. ഞാൻ മഞ്ഞലായി മുട്ടണം. മഞ്ഞലായി മുട്ടിക്കഴിഞ്ഞിട്ട് മാത്രമാണ്. ഇന്നലത്തെ സെയിം സിറ്റുവേഷനാണ് ഇന്നും മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സിയിൽ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 180 ബ്രേക്ക് ചെയ്യണം. 180 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. 80 ബ്രേക്ക് ചെയ്താൽ 84 80 ബ്രേക്ക് ചെയ്താൽ 84 84 ബ്രേക്ക് ചെയ്താൽ പിന്നെ 89, 93, 200 ഭാഗത്തേക്കായിരിക്കും. നൂറ്റി 52, 55, 255 പി ഒക്കെ എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്.
നമ്മുടെ ഒരു സപ്പോർട്ട് സോണിലാണ് സി നിൽക്കുന്നത്. 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെയും ഫാള് തന്നെ ആയിരിക്കും. 253 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ ഫോം ചെയ്തപ്പോഴേ നമ്മൾ പറഞ്ഞു അതൊന്നും ഒരു റെഡ് അല്ല. ഇതും റെഡ് അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും റെഡ് അല്ല. 255 254 വരെയൊക്കെ പോകേണ്ടതായിരുന്നു അത്. ഇവിടെ 165 റെഡ് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് അവിടെ പിന്നീട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്താണെങ്കിലും ഈ 180 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയാൽ മാത്രമാണ് ഞാൻ സിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവിടെ ക്രോസ് ഓവർ, ഇവിടെ സിയിലേക്ക് ക്രോസ് ഓവർ നിലവിലായി നിൽപ്പുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ പിയിൽ ഇപ്പോഴും താഴത്തോട്ട് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. രണ്ടും രണ്ട് ഡയറക്ഷനാണ്. ഇവിടെ ഓൾറെഡി SMA മുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ SMA കൂടെ മുട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ ഇവിടെ ബോട്ട് കരയ്ക്കടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ബോട്ട് കരക്കടുക്കണം. അപ്പം അതുകൊണ്ട് ചിലപ്പോൾ റെഡ് വരും, പിന്നെ ഗ്രീൻ വരും, പിന്നെ റെഡ് വരും, പിന്നെ ഗ്രീൻ വരും. ആ സമയം കൊണ്ട് യെല്ലോ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. എന്തായാലും മഞ്ഞ ലൈൻ മുട്ടട്ടെ. നമ്മൾ 255 ട്രിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു റെഡ് വന്നു, നമ്മൾ പറഞ്ഞു അതൊന്നും ഒരു റെഡ് അല്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും റെഡ് വന്നു, നമ്മൾ പറഞ്ഞ് അപ്പം എന്നെ സംബന്ധിച്ച് അതൊന്നും ഒരു റെഡേ അല്ല. നമുക്കൊരു പ്ലാൻ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവിടെ നമ്മൾ പേടിച്ച് ഇരുന്ന് കഴിഞ്ഞിട്ട് കാര്യങ്ങളൊന്നുമില്ല. ഇത് റെഡാണോ? റെഡാണോ എന്ന് ചോദിച്ചാൽ അത് റെഡാണ്. എനിവേ എല്ലാം റെഡല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ ഇനിയൊരു 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഗ്രീൻ ക്യാൻഡിൽ വരുന്നത്. അപ്പം അത് റെഡാണോ എന്ന് ചോദിച്ചാൽ അത് റെഡാണ്. ഇപ്പം ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താലാണ് മഞ്ഞ ലൈനിലേക്ക് മുട്ടുള്ളൂ. ഏതാണ്ട് ഒരു വയലറ്റ് ലൈനിന് സിമിലാരിറ്റി ആയിട്ടാണ് റെഡ് വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് ആ റെഡാണെന്ന് പറയാനായിട്ടുള്ള റീസൺ. ആ റെഡ് വലിയ റെഡാണെങ്കിൽ മേ ബി 235 വരെയൊക്കെ ഫാളാവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് കണ്ടിന്യൂഷൻ ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 175 ബ്രേക്ക് ചെയ്താൽ 180 81 മാർക്കറ്റ് മൂവ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മൾ പറഞ്ഞു റെഡല്ല, പക്ഷെ ഇത് നമ്മൾ പറഞ്ഞു റെഡാണ്. അപ്പോൾ 255, അതായത് 240 നിന്ന് 255 വരെ ഇതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കും. ഇവിടെ ഓൾറെഡി 2 തവണയായി ഇപ്പോൾ ബോട്ട് ജെട്ടി ഇങ്ങനെ കായലിൻ്റെ സൈഡിൽ ബോട്ട് ജെട്ടിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നെക്സ്റ്റ് ക്യാൻഡിൽ ഗ്രീനോ ഒക്കെ വന്നു കഴിഞ്ഞാൽ 262. ഇതും റെഡല്ലല്ലോ. നമ്മൾ റെഡാണെന്ന് വിചാരിച്ചു, പക്ഷെ അത് റെഡായില്ല കേട്ടോ. അതവിടെ വിട്ടുകള. 175 മേളിലോട്ട് പോവാതെ ഒരു കാരണവശാലും സിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യങ്ങളില്ല. ഈ മഞ്ഞ ലൈനും കൂടെ മുട്ടിയിട്ടേ ഒരു തീരുമാനം എന്തായാലും നമുക്ക് അടുത്ത ഡയറക്ഷനിലേക്ക് ഉണ്ടാവുള്ളൂ. അവിടെ എന്നെ ഒന്ന് പറ്റിച്ചു. 55 നിന്ന് 7 പോയിൻ്റ്. ഓക്കെ, 262. ഇനിയുള്ള ഗ്യാപ്പ് ഫില്ലിംഗ് ആണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഇത്തിരി ഒരു 7 പോയിൻ്റ് വ്യത്യാസമുള്ളെങ്കിലും ഓൾമോസ്റ്റ് ടാർഗറ്റൊക്കെ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം റെഡാണെന്ന് പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് മാറ്റി പറയണ്ടേ എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ എന്തായാലും കുറച്ചും കൂടെ മുട്ടാനായിട്ടുണ്ട്. ഇവിടെ ഈ ലൈനിലേക്ക് മുട്ടാനുണ്ട്. നമ്മൾ ഒരു പക്ഷേ ഈ ഒരു ചാർട്ട് എടുത്ത് വെച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ പി കുറച്ചും കൂടെ ഒന്ന് ഹോൾഡ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി കിട്ടിയേനെ. 15 മിനിറ്റ്സിൽ RSI ക്രോസ് ഓവർ ഡൗൺ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രതീക്ഷിച്ച ആ ബോക്സിന് പുറത്തേക്ക് ഇപ്പോഴും മാർക്കറ്റൊന്നും പോയിട്ടില്ല. ഓപ്പൺ ചെയ്തതേ റെഡിൻ്റെ മുകളിൽ നിന്ന് അകത്തേക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു റെഡ് ലൈനിലേക്ക് മാർക്കറ്റ് ഡൗൺ ആകും എന്നുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇനിയിപ്പോൾ അത് നേരെ വന്നിട്ട് 24,880 ടച്ച് ചെയ്യാനായിട്ടുള്ള SMA ടച്ച് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അത് 271 വരെ ഓൾമോസ്റ്റ് അത് പോയിട്ടുണ്ട്. ഇപ്പോൾ 200 ബ്രേക്ക് ചെയ്താലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 280 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് പിന്നെ മുകളിലേക്ക് പോകത്തുള്ളൂ. അങ്ങനെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് പോണത് 358 373 ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ താഴത്തുനിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 പോയിൻ്റൊക്കെ സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ആദ്യത്തെ ഒരു മൂവ്മെൻ്റൊക്കെ ഓൾമോസ്റ്റ് ഡൺ ആയിട്ടുണ്ട്. ഇനി അടുത്ത മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിത് നേരെ 5 മിനിറ്റിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യാം. 5 മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇനിയും 285 ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് ഓൾറെഡി കിടപ്പുണ്ട്. ഇപ്പോൾ 140 ഇല്ല 240 എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 260 255 15 പോയിൻ്റൊക്കെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് അവിടെ അങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. 15 മിനിറ്റിലും ഒരു റീകൺസോൾട്ടേഷൻ, അതായത് ഒരു റീകർവ് മാർക്കറ്റിൽ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ടച്ച് ചെയ്യാനുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 277 280 280 ബ്രേക്ക് ചെയ്താൽ 290 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകത്തുള്ളൂ. ഇവിടെ ഒരു ഇത്തിരി വശപ്പശക്കൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 2 മിനിറ്റിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ ആയിട്ട് ഇന്നലത്തെ അതേപോലെ തന്നെയാണ് മാർക്കറ്റ് ഇന്നും ബിഹേവ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു പിൻബാർ വന്നിട്ടുണ്ട്. എന്നാലും ഒരു 175 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഓൾമോസ്റ്റ് ഈ ഒരു ലെവലിലേക്ക് പോകത്തുള്ളൂ. അല്ലാതെ ഒരു കാരണവശാലും നമ്മൾ സിയിൽ വെറുതെ ചാടി കയറി എടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല. RSI സ്റ്റിൽ പീക്ക് അനുകൂലമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഏകദേശം 280 ബ്രേക്ക് ചെയ്താൽ പിന്നെ പോകാനുള്ളത് 305 ഭാഗത്തേക്കാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട പരിപാടി ഒരു 10-15 പോയിൻ്റ് ആയിക്കഴിഞ്ഞാൽ മാക്സിമം വിൽക്കുക, ഒരു 80% വിറ്റിട്ട് ബാക്കി ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇന്ന് ലോട്ടറി ആയിരിക്കും, ലോട്ടറി കിട്ടിക്കഴിഞ്ഞാൽ നല്ല 1.5 ലോട്ടറി ആയിരിക്കും ഇന്ന് കിട്ടുന്നത്. എന്തായാലും നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ അടുത്ത 2 മിനിറ്റ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതുവരെ നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് അടുത്ത 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡിൽ ഡൗണിലേക്കാണ് അഗെയിൻ വരുന്നതെന്നുണ്ടെങ്കിൽ 24,486 സപ്പോർട്ട് എടുക്കാനായിട്ട് വരുന്നത്. ആ സപ്പോർട്ടും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഒരു 24,332 ഭാഗത്തേക്ക് മാർക്കറ്റ് ഫാളാവും. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ ഒരു കാരണവശാലും വലിയ ഒന്ന് പുറത്ത് കടക്കണം. ഇന്ന് ഈ ബഡ്ജറ്റ് ആയതുകൊണ്ട് അത്ര വലിയ നമുക്ക് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു മൂവ് ഒരു കാരണവശാലും പറയാൻ പറ്റില്ല. ആകെ ഉണ്ടായിരുന്നൊരു മൂവ് ഇത് മാത്രമാണ്. അത് ഈസി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ട്രെയിൽ ചെയ്ത് വെച്ച് പോയാലും 140 ഈ പറഞ്ഞ പോലെ 60 ഇട്ടാണെങ്കിൽ 20 പോയിൻ്റ് രാവിലത്തെ എനിവേ ഓക്കെയാണ്. $175 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 175 എവിടെ 175 അല്ല 173. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 176 178 പോകുന്നു മാത്രമേ ഉള്ളൂ. കാരണം ഈ വൈറ്റ് ഡോട്ട് ഇത്തിരി ഡേഞ്ചറാണ്. അവിടെ കൺസോൾട്ടേഷൻ ആണെങ്കിൽ ബ്രേക്കൗട്ട് ആവുകയാണെങ്കിൽ സിംഗിൾ ക്യാൻഡിലായിരിക്കും 76 ആ ഭാഗത്തേക്ക് മാർക്കറ്റ് വരുന്നത്. അത് പിന്നെ 180 എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ 176 ഉണ്ടായിരുന്നത് 180 എക്സ്പാൻഷൻ ചെയ്ത് സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സിയിൽ നമുക്കൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാം താൽക്കാലികമായിട്ട്. ഹൈ വോൾട്ടാലിറ്റിയാണ്. നമ്മൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ മാർക്കറ്റ് മുകളിലോട്ട് പോവുകയും താഴത്തോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഇതാണ് പറഞ്ഞ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്താണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതിൻ്റെ ഹൈ എത്ര വരെ പോയിട്ടുണ്ട്? 176.
ഒരു 173 175ഒക്കെയാണ് നമ്മൾ ബ്രേക്ക് ചെയ്താൽ 180ലേക്ക് പോകാം എന്നുള്ള സൂചന നമ്മൾ തന്നത്. പക്ഷെ അവിടെ കണ്ണടച്ച് തുറക്കുന്നതിന് ബ്രേക്ക് ഔട്ട് ആവുകയും ചെയ്ത് താഴത്തോട്ട് പോരുകയും ചെയ്തു. അതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളല്ല. പക്ഷെ അത് 180 വരെ പോകേണ്ടതായിരുന്നു. ടെക്നിക്കലി നോക്കുമ്പോൾ 180 വരെ പോകേണ്ട സാധനമായിരുന്നു അത്. നമുക്ക് ഇനിയും പോകില്ല എന്നൊക്കെ നോക്കാം. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. 280 ബ്രേക്ക് ചെയ്യാതെ അടുത്ത മൂവ്മെൻറ്റ് എന്തായാലും പീലില്ല. 280 ബ്രേക്ക് ചെയ്താൽ കണ്ടിന്യൂഷൻ ആയിട്ട് അങ്ങ് മാർക്കറ്റ് 358ലേക്ക് പോകും. ഇന്ന് വ്യൂ പറയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി ഡേഞ്ചറാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വ്യൂ പറയാൻ തന്നെ എനിക്ക് പേടിയാണ്. കാരണം ലിമിറ്റ് ഓർഡർ ഇടുക അതൊന്നും പോസിബിളായിട്ടുള്ള കാര്യങ്ങളല്ല. 280 ബ്രേക്ക് ചെയ്യാതെ എന്തായാലും നമുക്കിനി പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ 180 ഒക്കെ ടച്ച് ചെയ്യാനായിട്ട് മാർക്കറ്റ് കിടപ്പുണ്ട്. ആ 180 ഒക്കെ ടച്ച് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഇനി ഒരു 9:45 10 മണിയോട് കൂടിയിട്ടായിരിക്കും അടുത്ത ഡയറക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ അകത്ത്, അതായത് പ്രീവിയസ് ആയിട്ടുള്ള ബോക്സിൻ്റെ അകത്ത് തന്നെയാണ് ഇപ്പോൾ റെഡ് മാറി മാറി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മേ ബി സി ആവാം, അതായത് ഇത് ഗ്രീൻ ആവാം. ഇപ്പോൾ RSI സിയിലേക്ക് കൺവേർഷൻ ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം അത് 180 വരെ പോകുമെന്നൊന്ന് നോക്കാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. 65 താഴത്തോട്ട് വന്നാൽ സി ഡൗൺ ആണ്. ഇപ്പോൾ 65ഉം 7 പോയിൻ്റ് വ്യത്യാസമുണ്ട്. 65 താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ സി ഡൗൺ ആണ്. അതല്ലാത്ത പക്ഷം 178 79 വരെയെങ്കിലും സി പോകണം എന്നുള്ളതാണ് ടെക്നിക്കലി ഉള്ള അറിവ്. അപ്പോൾ അവിടെ ഒരു 7 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആയാൽ എന്ത് ചെയ്യും? അവിടെ 7 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ആയി കഴിഞ്ഞാൽ അത് 165 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ എവിടെ കിട്ടും? 275 ബ്രേക്ക് ചെയ്താൽ 280 83 വരെയും കിട്ടും. അങ്ങനെ ഇന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് ആയാൽ ആ പോയിൻ്റ് ഇപ്പുറത്ത് പിടിച്ചെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. $275 ബ്രേക്ക് ആയാൽ 280ലേക്ക് പോകും. ഇവിടെ 165 ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്ന മാർക്കറ്റ് 162 ഭാഗത്തേക്ക് ഫാളാവും. 62 അല്ല, അതിലും താഴെ ലെവൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കട്ടെ. 165 താഴത്തേക്ക് വന്നാൽ പിന്നെ സഡൻ ഫാളാം. വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഇപ്പോൾ വരും കേട്ടോ. വളരെ ലെങ്തി ആയിട്ടുള്ളൊരു ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും കാണുന്നുണ്ട്. 165 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ സി ഡൗണിലേക്കാവും. പി 275 ബ്രേക്ക് ചെയ്താൽ 280 84 വരെ മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലാതെ നമ്മൾ ഒരു കാരണവശാലും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. 75 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്കായിരിക്കും 80ലേക്ക് പോകുന്നത്. ഇപ്പുറത്ത് ലോസ് വന്നാൽ ഡെഫിനറ്റ്ലി അത് ഇപ്പുറത്ത് പിടിക്കാനുള്ള സാഹചര്യങ്ങൾ ഇന്നുണ്ട്. ലിമിറ്റ് ഓർഡറൊക്കെ ഇട്ട് വെച്ചാലും ഈസി ആയിട്ടൊക്കെ നമുക്ക് ഇന്നത് പിടിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. കാരണം സിംഗിൾ ക്യാൻഡിൽ ഹൈ വോൾട്ടാലിറ്റി ആയതുകൊണ്ട് സിംഗിൾ ക്യാൻഡിൽ തന്നെ 8ഉം 10ഉം പോയിൻ്റൊക്കെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഏതാനും നിമിഷത്തിനകം മാസീവായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് എന്തായാലും മാർക്കറ്റിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് കൂടുതലും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് സിയിൽ തന്നെയാണ്. 175 177 തന്നെയാണ് ഞാൻ സിയിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അപ്പം അതിനിടയ്ക്ക് വല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി സി താഴത്തോട്ട് വല്ലതും വന്നാലുള്ള ഇഷ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ കൂടുതൽ സിയിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുക. ഇപ്പോൾ 165 താഴെ വന്നാൽ അത് വിടുക. ഇല്ലയെന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് സിയിൽ 177 ആണ്. അപ്പോൾ അത് ഫെയിലായി പോയി കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഇപ്പുറത്ത് 275 മുതൽ 280 83 വരെയൊക്കെ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കി വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ. വേണ്ട, ഒരു 5 പോയിൻ്റ് കിട്ടിയാലും നമുക്ക് വിഷയമില്ല. ബാക്കി 2 പോയിൻ്റല്ലേ ലോസ് വരത്തുള്ളൂ.
അപ്പോൾ ഏകദേശം 175 ഭാഗത്തേക്ക് നമ്മുടെ ടാർഗറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 177ലേക്കായിരിക്കും മാർക്കറ്റ് പോകണേ. അപ്പോൾ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുക. അത് കോൺസെൻട്രേഷൻ ചെയ്ത് അതിൽ ഉറച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ധൈര്യം കിട്ടും. അവിടെ അത്ര അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ടാർഗറ്റ് 175 ആണ്. ഇനി അതൊന്ന് ബ്രേക്ക് ചെയ്താലാണ് 177 മാർക്കറ്റ് മുട്ടത്തുള്ളൂ. ആദ്യത്തെ റെസ്പെക്റ്റാണ് ആ കണ്ടത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, മുതിർന്ന ആളുകളെ കാണുമ്പോൾ ആദ്യം ഒന്ന് റെസ്പെക്റ്റ് ചെയ്യും, അതിന് ശേഷമായിരിക്കും അടുത്ത മൂവ്മെൻറ്റ് മാർക്കറ്റിൽ ഉണ്ടാവത്തുള്ളൂ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 175 അടുത്ത ക്യാൻഡിൽ എൻ്റെ ഫോർമേഷൻ കൂടെ നമുക്ക് ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു എന്തായാലും ഉടനെ തന്നെ ഒരു വലിയ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. അപ്പോൾ 170 നിന്ന് അത്ര വലുത് കിട്ടിയില്ലെങ്കിലും 7 പോയിൻ്റാണ് ആ ഒരു സിംഗിൾ ക്യാൻഡിലിൽ മൂവ് ചെയ്ത് കിട്ടിയത്. ആ 175 എന്നുള്ളത് 176ലേക്ക് എക്സ്പാൻഷൻ ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് നോക്കാം. ഇവിടെ റെഡ് ലൈനിൽ ഇത് സപ്പോർട്ട് എടുത്തതുകൊണ്ടാണ് ഇപ്പുറത്തത് 175 പോയി ഹിറ്റ് ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യത്തെ ടാർഗറ്റ് 175 ആയിരിക്കണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ 177ലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവിടെയും ഒരു മടക്ക് വന്നിട്ടുണ്ട്, ഇവിടെയും മടക്ക് വന്നിട്ടുണ്ട്. RSI ഏതാണ്ടൊക്കെ ഒരേ ഡൈവർജൻസ് ഒക്കെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഫൈവ് മിനിറ്റിൽ SMA ഈ ഒരു ഗ്രീൻ ലൈനിൽ സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഇവിടെ പിന്നീടും ഒരു ഗ്രീൻ ലൈൻ ഫോം ആവാനായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്നത് തന്നെ. ഓക്കെ, ഇപ്പോൾ ഇവിടെ 175 വരെ എടുത്തു. അടുത്ത ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. ആ ഒരു പോയിൻറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് കിട്ടും കേട്ടോ. 275 ബ്രേക്ക് ചെയ്താൽ 80ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. ഇതൊരു സപ്പോർട്ടായിട്ട് ഓൾറെഡി ആക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്രോസ് ഓവർ വന്നിട്ടുമില്ല. ഇനി നമ്മൾ ആ 175 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 177ലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പം അതിനു മുമ്പ് ഇവിടെ ബ്രേക്ക് ഔട്ട് ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം. 275 ബ്രേക്ക് ചെയ്താൽ 280ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടുമെങ്കിൽ ആ ഒരു 5 പോയിൻറ്റും കൂടെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. വളരെ ഫാസ്റ്റായിട്ട് 275 to 280 ഒക്കെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ലോക്ക് ചെയ്തേക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ എൻട്രി പക്കയായിരിക്കണം, നമ്മൾ എക്സിറ്റ് ചെയ്യുന്ന സ്ഥലവും പക്കയായിരിക്കണം. അതല്ലാതെ അന്ന് കുറച്ചും കൂടെ കിട്ടട്ടെ 2 പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലൊക്കെ നമ്മൾ ഈ വാശി പിടിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ മെജോറിറ്റി ലോസിലേക്ക് പോകണേ. നമ്മൾ 2 ടാർഗറ്റേ പറഞ്ഞിട്ടുള്ളൂ, ഒന്ന് 175ഉം ഒന്ന് 177ഉം. അപ്പോൾ അത് ആദ്യത്തെ റെസ്പെക്റ്റിൽ ഇറങ്ങുക. പിന്നെ ആ 2 പോയിൻറ്റ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് എടുത്താലും പ്രശ്നങ്ങളില്ല. നേരെ മറിച്ച് അവിടെ 2 പോയിൻറ്റ് കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പരാതിയില്ല. ആ പരാതി നമുക്ക് അതിന് ഒരു 5 പോയിൻറ്റ് ഇവിടെ കിട്ടും ബ്രേക്ക് ഔട്ട് ആയി കഴിഞ്ഞാൽ. അതാണ് ഞാൻ പറഞ്ഞത്, 2 ക്യാൻഡിൽ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഒറ്റ ക്യാൻഡിൽ താഴെ വരാം. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്നുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്തേക്കുന്നതാണ്. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് കയറി കൃത്യമായിട്ട് ഇറങ്ങി. അതിനുശേഷം ഞാൻ പറഞ്ഞത് 275ഓ 280ഓ ബ്രേക്ക് ചെയ്താൽ ഉടനെ നമുക്കൊരു പരിപാടി പ്ലാൻ ചെയ്യാം. അപ്പോൾ എത്ര പോയിൻ്റ് കിട്ടി? 290 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു പിന്നുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പിന്നും നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 275 ബ്രേക്ക് ചെയ്തു 280ലേക്ക് പോയി കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 280ഓ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരുന്നാലും 292ആണ്. 75ഉം 10ഉം 85 91 വരെ മാർക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ബിഗായിട്ട് മൂവ് ചെയ്താലോ പി ഇറങ്ങുന്ന നോക്കിയേ, നമ്മൾ പറഞ്ഞ ടാർഗറ്റിലേക്ക് ആദ്യത്തെ റീച്ചിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. RSI ക്രോസ് ഓവറാണ്. ആ 24,476ലേക്ക് മാർക്കറ്റ്
ഹിറ്റ് ചെയ്ത് നമ്മളെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഓക്കെയാണ്. 292 വരെ കിട്ടിയാലും മോശമാണോ? 275 1085 10 92 എത്ര പോയിന്റ് കിട്ടിയെന്ന് നോക്കി. അതൊരു വിധത്തിലൊക്കെ ഒന്ന് അതെവിടെ വന്ന് ഹിറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ പറഞ്ഞ ആ ഒരു ടാർഗറ്റിൽ വന്നിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. എവിടെയാ? 294 ആ ഭാഗത്ത് വന്നിട്ടാണ് റെസ്പെക്റ്റ് ചെയ്തേക്കണേ. ആ റെസ്പെക്റ്റ് ഇനിയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ടൊക്കെ പോകുന്നത് ദൈവം തമ്പുരാനറിയാം. അപ്പോൾ മാക്സിമം കയറ്റി വെച്ചിട്ട് കിട്ടുന്ന സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക. അടുത്ത ഒരു ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 307. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നോക്കിയേ എന്ത് പെട്ടെന്നാണ് സാധനം തിരിച്ചു കയറി വരുന്നതെന്ന് നോക്കിയേ. പക്ഷെ അതവിടെ തിരിച്ചു കയറിയിട്ടും ഇവിടെ തിരിച്ച് ഇറങ്ങുന്നില്ല. അപ്പോൾ എനിവേ ഓൾമോസ്റ്റ് ഇവിടെ നമ്മൾ എൻട്രി എടുത്തു, 177 ഇറങ്ങി. അതിനുശേഷം അവിടെ 2 പോയിന്റിന് പകരം ഇവിടെ 25 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മൾ തീരുമാനം മാറ്റി എടുത്തത് കൊണ്ടാണ് നമുക്ക് ഇവിടെ അടുത്ത മൂവ്മെൻറ്റ് കിട്ടിയത്. എത്ര വരെ കിട്ടിയിട്ടുണ്ട്? 275 മുതൽ 15 പോയിന്റ് കിട്ടിയാലും കുഴപ്പമില്ല. ഇന്ന് വലിയ ഹോൾഡിങ്ങിനൊന്നും നമ്മൾ വലിയ കാര്യമായിട്ട് നിന്നിട്ടും കാര്യമൊന്നുമില്ല. അത് കറക്റ്റായിട്ട് ചാർട്ടിൻ്റെ പണി ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ റെസിസ്റ്റൻസിൽ പോയി ഇടിച്ചു. നമ്മളിവിടെ എങ്ങനെ ഇറങ്ങിയോ അതേ മെത്തേഡ് തന്നെ ഇവിടെ യൂസ് ചെയ്താലും പ്രോഫിറ്റബിളായി. ഇനി അത് ബ്രേക്ക് ചെയ്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാലേ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. കാരണം ഇവിടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു, ഈ ലോവിലേക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. സ്വാഭാവികമായിട്ടും മാർക്കറ്റ് അവിടെ നിന്ന് റിവേഴ്സായി. 9:45 തന്നെ ഏകദേശം പ്ലാൻ ചെയ്താൽ, അതാണ് ഞാൻ ഇന്ന് ലിമിറ്റ് ഓർഡറിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ കേസ് അതാ. നമുക്ക് മാർക്കറ്റ് ഓർഡർ എടുക്കലൊന്നും ഇന്ന് പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ലിമിറ്റ് ഓർഡർ ഇട്ടാൽ എന്തെങ്കിലുമൊക്കെ ഗുണമുണ്ടാവും. അത് വളരെ ഹാപ്പിയായിട്ട് നടന്നിട്ടുമുണ്ട്. നമ്മൾ മോർണിംഗ് പറഞ്ഞ പോലെ ഇന്ന് മാക്സ് പെയിൻ ലെവലാണ്. 2 സ്ട്രൈക്കും എടുത്ത് വെച്ചാലും വിഷയങ്ങളില്ല. അപ്പോൾ ഈ ക്യാൻഡിൽ 234 ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ വൈകിട്ടാണെങ്കിൽ ഇത് രണ്ടും ഒരുമിച്ച് എടുത്ത് വെച്ചാലും വിഷയങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെത്. ഇപ്പോഴാണ് ഒന്ന് വിടാൻ തുടങ്ങിയത്. ഇപ്പോഴും വിട്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ 290 ഓക്കെ 294 നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് പോയി. എഗെയിൻ 280 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 294 ഭാഗത്തേക്ക് പോകാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാരണം പ്രീവിയസ് ആയിട്ടുള്ള 294 റീച്ച് ചെയ്യാത്തതുകൊണ്ടാണ് എഗെയിൻ അത് റീച്ച് ചെയ്യാനായിട്ട് വന്നത്. പിന്നെ ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കാൻ 307 മാർക്കറ്റ് മൂവ് ചെയ്യണേ. ഇവിടെ എന്തായാലും നമുക്ക് ഇനി അത് ഹോൾഡ് ചെയ്യലേ നടക്കത്തുള്ളൂ. ഇപ്പോൾ ഈ വൈകുന്നേരം വരെ ഹോൾഡ് ചെയ്യാനായിട്ടുള്ള, അതായത് നിൽക്കുന്ന ഈ ഒരു ലെവലും കൂടെ ബ്രേക്ക് ചെയ്ത് RSI ഓൾറെഡി ഡൗണിലേക്ക് ആയിട്ടുണ്ട്, പിയുടേത് ഡൗണിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈം ഫ്രെയിമിലും കൂടെ ഡൗൺ ആയാൽ മാർക്കറ്റ് നല്ല രീതിയിൽ ഫാളാവും. ആ ഫാള് വരാനുള്ളത് 24,354 30 മിനിറ്റിലും മാർക്കറ്റ് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. ഇപ്പോൾ 296 നിൽക്കുന്നത്. അപ്പോൾ അത് ഇപ്പോൾ അവിടെ നമുക്ക് 280 90 എടുത്തിട്ടുണ്ടെങ്കിലും അത് ഹോൾഡ് ചെയ്തിട്ട് കയ്യും കെട്ടി ഇരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മണി 10 നമ്മൾ പറഞ്ഞത് ആദ്യത്തെ 3 ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ശേഷമായിരിക്കും മാർക്കറ്റിൽ ഒരു മൂവ്മെൻറ്റ് മാക്സിമം വരാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞത്. വെയിറ്റ് ചെയ്തിട്ടൊക്കെ ഇപ്പോൾ ഈ ഒരു വൈറ്റ് ഡോട്ടിലാണ് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. സെക്കൻഡ് ആ ഒരു ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ അത് ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് പിന്നെ പോകാനുള്ള സ്പേസ് എന്ന് പറഞ്ഞാൽ 358 273 വരെ മാർക്കറ്റ് പോകാനുള്ളൂ. ഈ ഒരു വൈറ്റ് ഡോട്ട് ആ ഒരു മേഖല കൂടെ ഒന്ന് തരണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോണത് 358 വേറെ സ്പേസ് ഇല്ല പോകാൻ, വേറെ ഇൻ ബിറ്റ്വീൻ സ്പേസ് മാർക്കറ്റിനില്ല. അതായത് ഈ ഒരു വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റിന് ബ്രേക്ക് ഇടാനുള്ള ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ 358. ഇവിടെ നിന്നൊരു മൂവ് ഫ്രീ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആടിക്കളിച്ച് 355 373. കാരണം ഇപ്പോൾ ഇപ്പോൾ ഇത് പലർക്കും തോന്നും ഈ 358 വരെ എത്തുമോ, കാരണം അത്രയും 309 മുതൽ 350 വരെ ഇല്ലേ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ട്രൈക്കിൻ്റെ ഡെൽറ്റ വാല്യൂ മാറി നിൽക്കുകയാണ്, ഹൈ ഡെൽറ്റ വാല്യൂവിലാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കൊടുമ്പിരി കൊണ്ട് നിൽക്കുകയാണ്.
സ്ട്രൈക്ക് എന്ന് പറഞ്ഞാൽ അതിനെ സംബന്ധിച്ച് 354 എന്ന് പറഞ്ഞാൽ അതൊന്നും വലിയ മൂവ്മെൻ്റ് ഒന്നുമല്ല. പക്ഷെ നിൽക്കുന്ന ഈ ലെവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 280 ബ്രേക്ക് ചെയ്യണ പറഞ്ഞ് 280 തൊട്ട് 306 വരെ 26 പോയിൻ്റാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് മാർക്കറ്റ് അപ്പായിട്ട് നിൽക്കുന്നത്. അതൊരു 10 പോയിന്റ് കയറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു 15 പോയിന്റ് കയറ്റിയിട്ട് അവിടെ ലോക്ക് ചെയ്ത് ഇട്ടേക്കുക. ഒന്നെങ്കിൽ 15 പോയിന്റിൽ അത് ഹിറ്റ് ചെയ്യട്ടെ, കോസ്റ്റ് ടു കോസ്റ്റ് അല്ല, 15 പോയിന്റ് പ്രോഫിറ്റിൽ ഹിറ്റ് ചെയ്യട്ടെ. ഇല്ലാന്നുണ്ടെങ്കിൽ 354 373 ഹിറ്റ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് അവിടെ കയ്യും കെട്ടിയിരിക്കുക. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 10-15 പോയിന്റ് എടുത്ത് മാറാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ കിട്ടുമ്പോൾ ഇറങ്ങി അങ്ങ് മാറുക. അതല്ലാത്ത പക്ഷം ഏതെങ്കിലും ഒരു ടാർഗറ്റ് റീച്ച് ചെയ്യാൻ വേണ്ടി കയ്യും കെട്ടി വെയിറ്റ് ചെയ്തിരിക്കുക. ചിലപ്പോൾ അതിൻ്റെ അടുത്ത് പോയിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അതൊന്നും നമ്മളെ ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കേസ്. $180 ബ്രേക്കൗട്ടാണ് 316 വരെ പോയത്, 25 പോയിന്റ്. അവിടെ വേണമെങ്കിൽ അവിടെ ഇറങ്ങാം. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞ പോലെ ലൈവിലാണെങ്കിൽ ഒരാളോട് ഞാൻ ഇന്ന സ്ഥലത്ത് നിന്ന് എടുക്കുന്നോ ഇന്ന സ്ഥലത്ത് വിൽക്കുന്നോ ഇതൊന്നും ഞാൻ പറയുന്നതല്ല. ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളാണ്. ട്രെയിൽ ചെയ്ത് വെക്കണോ ഹോൾഡ് ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ താഴത്തോട്ട് ബ്രേക്കൗട്ട് ആവാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. 15 മിനിറ്റ്സിൽ ഡൗൺ കയറിയിട്ടുണ്ട്. അവിടെ അങ്ങ് കിടക്കട്ടെ എന്ന് നമുക്ക് വിചാരിക്കാം. ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം. എന്നാലും 15-20 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെച്ചാലും നമുക്ക് നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ്. 300 സപ്പോർട്ട് ലെവൽ. അപ്പോൾ 294-നും 300-നും താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ 277 ഫാളാവുമെന്ന് മാത്രമേ ഉള്ളൂ. 300 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണ്. 300 താഴോട്ട് ക്യാൻഡിൽ ക്ലോസ് ആയാൽ മാർക്കറ്റ് ഡൗൺ ആണ്. അതർവൈസ് എൻ്റെ ടാർഗറ്റ് 358 373 ആയിരിക്കും. അതിനകത്ത് നമ്മൾ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനായിട്ട് ശീലിക്കുക എന്നുള്ളത് മാത്രമാണ്. ചിലപ്പോൾ നമ്മൾ അത് ഇറങ്ങിക്കഴിയുമ്പോഴായിരിക്കും തിരിച്ച് മാർക്കറ്റ് മുകളിലോട്ട് പോണേ. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് റെസ്റ്റ് എടുത്തിട്ട് ഇനി 317 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും എൻട്രി എടുക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നിലവിൽ നിൽപ്പുണ്ട്. പിന്നെ നമ്മൾ എടുത്തു കടനെ എല്ലാം ഗ്രീനായിട്ട് അങ്ങ് പോകും എന്നുള്ള ഒരു ഫീലിങ്സ് നല്ലതല്ല. അത് ഇടയ്ക്ക് ഒരു 5 ക്യാൻഡിൽ ചിലപ്പോൾ താഴത്തോട്ട് വന്നിട്ടായിരിക്കും പിന്നെ തിരിച്ച് കയറിപ്പോകുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ഗ്രീൻ വരണം, നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യണം. അത് ട്രേഡിങ്ങിൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. ഓൾറെഡി ഇവിടെ ഒരു ക്രോസ് ഓവർ അടുത്ത് വരുന്നുണ്ട്. ഒന്ന് അലർട്ടാവാനായിട്ട് ഒരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട് 5 മിനിറ്റിൽ. അതായത് സിയിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. അതായത് 164 അപ്പോൾ എവിടെ നിന്ന് ബ്രേക്ക് ചെയ്താലാണ് പോവുള്ളൂ. ഒരു 163 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ മൂവ്മെൻറ്റ് ഉണ്ടാവത്തില്ല. 163 ഇവിടുത്തെ ഒരു ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ 162 ബ്രേക്ക് ചെയ്ത് 162 ബ്രേക്ക് ചെയ്താൽ 164 166 ഒരു ഫാസ്റ്റ് മൂവ്മെൻ്റ് ഉണ്ടാവും. അല്ലാത്ത പക്ഷം എഗെയിൻ 300 ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി 300 ഇപ്പോഴും സപ്പോർട്ട് എടുത്തിരിക്കണേ. 300 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ ഒരു പക്ഷേ ഡൗൺ ആയേക്കാം. അതർവൈസ് 294 300 എന്നുള്ള ഈ 2 ലൈൻ അത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് നല്ല രീതിയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റായ 358 വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് പോകും. 5 മിനിറ്റിൽ ഇൻഡെക്സിൽ ക്രോസ് ഗ്രീനിലേക്ക് കയറിയിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എടുത്തിട്ട് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള രീതികൾ. അത് 24,424 ഈ ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇത് പിൻബാർ ആവാനുള്ള ചാൻസ് ഉണ്ടോ? അങ്ങനെ പിൻബാർ ആവുകയാണെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ടും ലോ ബ്രേക്ക് ചെയ്താൽ താഴത്തോട്ടും ആയിരിക്കും മാർക്കറ്റ് ഡൗൺ ആണ്. ഇനിയും 5 മിനിറ്റ് ഉണ്ട്. അത് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. അങ്ങനെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ ഈ ഒരു ലെങ്ത്തിൻ്റെ അതേ വലിപ്പം ഇപ്പുറത്ത് വരണം. ആ വലിപ്പം വരണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് 24,436 വരെ വന്നു നിൽക്കണം. ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണെങ്കിൽ
ഈ ക്യാൻഡിൽ 24,436 വരണം. അതല്ല ഇത് പിൻബാറായിട്ടാണ് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്യാൻഡിൽ ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഓൾറെഡി 220 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്, 223 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പം നമ്മളുടെ ആ ഒരു പ്രൊജക്റ്റിലേക്ക് എത്താനായിട്ട് ജസ്റ്റ് ഒരു 10-30 പോയിൻറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആയി. ഈ ഒരു സ്ട്രൈക്കിനെ സംബന്ധിച്ച് 320 മുതൽ 358 എന്നുള്ളത് ഒരു 100 രൂപ സ്ട്രൈക്ക് 120 അല്ലെങ്കിൽ 110 എത്തുന്ന അതേ ആ ഒരു വാല്യൂ ഉള്ളൂ 318 358 എത്തുക എന്നുള്ളത്. അപ്പോൾ ഇത് മാക്സിമം സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ലോക്ക് ചെയ്ത് വെച്ചിട്ട് RSI ഓൾറെഡി 15 മിനിറ്റിൽ അപ്പർ സൈഡാണ്. അപ്പോൾ ഒന്നെങ്കിൽ ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റിൽ ലോക്ക് ചെയ്ത് വെക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ഇവിടെ ഇറങ്ങിയിട്ട് ബാക്കി 1-2 ലോട്ട് ഉണ്ടെങ്കിൽ അത് 358 373 ആവുന്ന വരെ ഹോൾഡ് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് 90 പോയിൻറ്റ്സ് ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും അപ്ലൈ ചെയ്തിരിക്കുന്ന കാര്യം. ഇപ്പോൾ ഇവിടെ 300 എന്നുള്ള ആ ഒരു ഭാഗം 315 എക്സ്പാൻഷൻ ആയിട്ടുണ്ട്. അപ്പോൾ 315 എന്ന് പറയുമ്പോൾ ഒരു 311 311നും 315നും താഴെ ക്യാൻഡിൽ ക്ലോസ് ആയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. അത് ഈ ഒരു ക്യാൻഡിലുണ്ട്, ഈ ഒരു റെഡ് ക്യാൻഡിൽ, ഈ റെഡ് ക്യാൻഡിലിൻ്റെ ഓപ്പൺ എന്ന് പറയുമ്പോൾ 308 ആണ്. അപ്പോൾ 308 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. 308 മുതൽ 315 വരെയുള്ള ഒരു ലെവല് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. ഞാനെപ്പോഴും വെച്ച് കഴിഞ്ഞാൽ അത് ഹിറ്റ് ചെയ്ത് റിവേഴ്സ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലൂ ലൈൻ ഞാൻ കൊണ്ടൊരു 308 310 വെക്കാം. അങ്ങനെയെങ്കിലും താഴത്തോട്ട് വരാതെ സാധനം 358 എത്തട്ടെ. ഇപ്പോൾ വന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത സ്റ്റേജിലാണ്, 24,424 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിരിക്കണം. അപ്പം 325-30 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലാണ്. അപ്പോൾ ഈ ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കണ്ടിന്യൂ പോയാൽ മാത്രമാണ് മാർക്കറ്റ് 357 മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അപ്പോൾ നിലവിൽ ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീണ്ടും എഗെയിൻ താഴത്തോട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായാൽ ഇന്നലെ ഏതാണ്ടൊക്കെ ഈ സമയത്ത് തന്നെയാണ് പിയിലൊരു റിവേഴ്സ് ഉണ്ടായിരുന്ന പോലെ ഇന്ന് അതേപോലെ ഒരു റിവേഴ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഇത് ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്താൽ 151 ബ്രേക്ക് ചെയ്താൽ 155 മാർക്കറ്റ് പോകും. അപ്പോൾ ഇവിടെയുള്ള മിച്ചം പോയിന്റ് നമുക്ക് ഇവിടെയാണെങ്കിലും പിടിച്ചാൽ മതിയല്ലോ. നൂറ്റി 155 റെസിസ്റ്റൻ്റ് ഏരിയ ആണ്. 155 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 160 മാർക്കറ്റ് പോകുന്നത്. ഇവിടെ 2 മിനിറ്റിൽ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു, ഇവിടെ ഒരു പിൻബാറാണ്. അതാണ് നമ്മൾ 325 330 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലെവലാണ്. അപ്പോൾ ഒരു 325 ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതവിടെ നമുക്ക് എന്തുകൊണ്ടാണ് അവിടെ ഒരു റിജക്ഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായെന്ന് വെച്ചാൽ വേറൊന്നുമില്ല. അത് ഞാനൊന്ന് റീപ്ലേ ഇട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് താഴത്തോട്ട് വന്നു. എവിടെയാണ് സപ്പോർട്ട് എടുത്തിരിക്കണത്? പിൻബാർ 24,424 കറക്റ്റ് സപ്പോർട്ട് എടുത്തിരിക്കണേ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അവിടെ ഒന്ന് റെസ്റ്റ് ചെയ്താലും കുഴപ്പമില്ല, ചെറിയൊരു പോയിന്റ് നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നേ ഉള്ളൂ. അത് കറക്റ്റായിട്ട് അത് മനസ്സിലാക്കിയാൽ 147 മുതൽ 155 വരെയും ഈസി ആയിട്ട് നമുക്ക് ഇവിടെ കുറച്ച് പോയിന്റുകൾ എടുക്കാനായിട്ട് പറ്റും. അത് ഈ ഒരു 155 കൂടെ ബ്രേക്ക് ചെയ്താൽ 160 SMA പോകും. അത് 160 പോയാൽ ഇത് താഴത്തോട്ട് വന്ന് 305 298 സപ്പോർട്ട് എടുക്കും. എഗെയിൻ ഈ ഒരു 330 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് പി സൈഡിലേക്ക് 358 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഒന്ന് കയറി ഒരു ലോ വന്നു, പിന്നെ അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് വീണ്ടും മാർക്കറ്റ് മുകളിലോട്ട് പോയി. അങ്ങനെ വേണം നമുക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണത് ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സഡനായിട്ട് അവിടെ റിജക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ചാർട്ട് ഉള്ളത് കൊണ്ട് മനസ്സിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ അവിടെ മനസ്സിലായ 325 ഇറങ്ങുക, 325 ഇറങ്ങിയിട്ട് 150 എടുത്താലും ഒരു 5 പോയിന്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടും. പിന്നെ നമ്മൾ തടയിടാൻ വേണ്ടി 308 നമ്മൾ നേരത്തെ വരച്ചു വെച്ചിട്ടുണ്ട്. 308 എന്നുള്ളൊരു ലെവലിൽ മാർക്കറ്റ് വന്നാലും റീടെസ്റ്റ് അടിക്കാനുള്ള ഏരിയ 308 ആണ്. അപ്പോൾ നമ്മൾ താഴത്തോട്ട് വളരാതിരിക്കാൻ, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്, നമ്മളൊരു ലൈൻ ഇട്ട് കഴിഞ്ഞാൽ
അവിടെ റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ബേസിലാണ് താഴത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടിട്ടതാണ് 308 എന്നുള്ള ഒരു ബ്ലൂ ലൈറ്റ്. അവിടെ ഒരു ഇഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടോ അവിടെ മാറിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അത് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ 229 സപ്പോർട്ട് എടുക്കാൻ വരുന്നത്. അത് 229 സപ്പോർട്ട് എടുക്കാൻ വന്നാൽ ഇതെന്ത് ചെയ്യും, 155 ബ്രേക്ക് ചെയ്ത് 160 പോകും. അപ്പോൾ അതങ്ങ് എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് ഇപ്പോൾ ഞാൻ വേറൊരു കാര്യങ്ങൾ പറയാം. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു, നമ്മൾ 305 അല്ലെങ്കിൽ 300 ട്രെയിൽ ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോൾ അതിനിടക്ക് വേറെ കളികൾ കളിക്കാം. ഇവിടെ ഇങ്ങനെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ വന്ന് റിവേഴ്സ് ആയപ്പോൾ 150 നിന്ന് 155 വരെയും ഒരു 5 പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ ഇവിടെ അത് ഹോൾഡ് കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ടിട്ട് ഇവിടെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാം. അതിപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്ന് മാർക്കറ്റ് തിരിച്ച് 358 മൂവ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 പോയിന്റ് കയറ്റി വെച്ചത് സ്റ്റോപ്പ് ലോസ് അടിച്ചാലും ഇവിടെ നമുക്ക് 2 പോയിന്റ് കിട്ടുകയും ചെയ്യും. ഇത് നോർമലി മൂവ് ചെയ്യണ പോയിന്റിൽ മൂവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ ഫുൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്യാതിരുന്നാൽ മാത്രമാണ് നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ 2 മിനിറ്റിൽ RSI താഴത്തോട്ടാണ്. RSI 2 മിനിറ്റിൽ താഴത്തോട്ടാകുമ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് താത്തി വെക്കുകയോ ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മൾ 15 മിനിറ്റ്സിൽ ക്യാൻഡിൽ എടുക്കുമ്പോൾ റെഡ് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ RSI താഴത്തോട്ടായതുകൊണ്ടാണ് ആ ക്യാൻഡിൽ റെഡ് വരുന്നത്. 310 താഴത്തോട്ട് വന്നാൽ നല്ല രീതിയിൽ മാർക്കറ്റ് ഒന്ന് ഡംപാവും. അതൊരു 293 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതൊരു 310 അതൊക്കെ ഓരോരുത്തരുടെ പല രീതികളുണ്ട്. ട്രെയിൽ ചെയ്ത് വെക്കാനായിട്ട് പല രീതികളുണ്ട്. ഞാനിപ്പോൾ തന്നെ ഇവിടെ 3-4 രീതികൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം പഠിക്കുക എന്നുള്ളതിനപ്പുറം നമ്മളതിനകത്ത് അപ്ലൈ ചെയ്യുന്ന സിസ്റ്റം ഇത് ഒന്ന് ഇവിടെ നോക്കിയാൽ വന്നു, മേളിലോട്ട് പോയി ബ്രേക്ക് ചെയ്തു, അങ്ങോട്ട് വീണ്ടും റീടെസ്റ്റ്. അതായത് താഴത്തോട്ട് വന്നു, 155 സപ്പോർട്ട് എടുത്തു, ഒന്ന് മേളിലോട്ട് പോയി വീണ്ടും ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ എങ്ങനെ റീടെസ്റ്റ് എടുത്തോ അതേ റീടെസ്റ്റ് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിവിടെ 308 310 എന്നുള്ള ലെവല് താഴത്തോട്ട് വന്നാൽ മാത്രം നമുക്ക് വിട്ടാൽ മതി, അല്ലെങ്കിൽ നമുക്ക് അവിടെ ട്രെയിൽ ചെയ്ത് വെക്കാം. അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ട്രെയിലിംഗ് ആണ്. ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ 358 അത് നമ്മുടെ പ്രൊജക്റ്റായിട്ട് നിൽക്കുന്നു. അതനുസരിച്ചിട്ട് നമുക്ക് കയറ്റി ട്രെയിൽ ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു 10 പോയിന്റ് 20 പോയിന്റ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ആ 190 നിന്ന് 325 വരെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ എക്സ്ട്രാ ഓർഡിനറി വർക്കാണ്. ഞാൻ പല മെത്തേഡ് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഓൾമോസ്റ്റ് പോയിരിക്കുന്നത് 325 തന്നെയാണ്. അതിനിടക്ക് ഇവിടെ നമ്മുടെ 2 മിനിറ്റിൻ്റെ RSI അപ്പർ സൈഡ് ആയതുകൊണ്ടാണ് എഗെയിൻ ഈ ഒരു SMA ബ്രേക്ക് ചെയ്ത് 362 പോയത്. ഈ 362 ദെൻ എഗെയിൻ ബ്രേക്ക് ചെയ്താൽ പിന്നെ 362 അല്ല, ഇപ്പോൾ വന്ന് നിൽക്കുന്നത് 161. ഇവിടെ RSI ഓൾറെഡി അപ്പർ സൈഡാണ്. അപ്പോൾ പലർക്കും ഒരു ചിന്തയുണ്ട്, കാരണം ഇത് നല്ല രീതിയിലൊരു റെഡ് വന്നല്ലോ, ആ റെഡ് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ളതിനുള്ള ആൻസറാണ് ഈ കാണുന്നത്. അതാണ് ഞാൻ ഇവിടെ 15 മിനിറ്റ്സും ഇവിടെ 2 മിനിറ്റും ഇട്ട് വെച്ചേക്കുന്നതിൻ്റെ റീസൺ. ഇവിടെ ഓൾറെഡി RSI അപ്പർ സൈഡിലേക്കാണ്, ഇത് ഗ്രീനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 225 ബ്രേക്ക് ചെയ്താൽ മാത്രം, അതായത് ഇനിയിപ്പോൾ ഈ RSI കറങ്ങി തിരിഞ്ഞ് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലാണ്. ഈ ഇൻസൈഡ് ബാർ ക്യാൻഡിലിൻ്റെ ലോ വീട്ട് വന്നാൽ മാത്രമാണ് നമ്മളുടെ ഇവിടെ ഒരു ഹൈപ്പ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ആ മൂവ്മെൻറ്റ് ഇവിടെ സിമ്പിളായിട്ട് നടന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ ഒരു സെറ്റിൽമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മളിവിടെ 325 ഇറങ്ങി 325 മേളിലോട്ട് പോയാൽ മാർക്കറ്റ് അപ്പാവും. നേരെ മറിച്ച് അത് 308 താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് ഫാളാവും എന്ന് പറഞ്ഞു. ഇപ്പോൾ 325 ഇറങ്ങിയിട്ടുള്ള ഒരാൾ ഈ താഴത്തേക്ക് ഹോൾഡ് ചെയ്യുന്നതിന് പകരം, അതായത് ഇവിടെ ഇപ്പം നിൽക്കുന്ന 300 ആ 25 പോയിന്റ് ഇവിടെ ഹോൾഡ് ചെയ്യുന്നതിന് പകരം ഈ RSI ഇവിടെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ 150 എൻട്രി എടുത്തു, ഒരു 145 സ്റ്റോപ്പ് ലോസ് വെച്ചു എന്ന് വിചാരിച്ചോ. ഇവിടെ ഓൾറെഡി ആ 25 പോയിന്റ് പോകുന്നതിന് പകരം ഇവിടെ 5 പോയിന്റേ പോകത്തുള്ളൂ. അപ്പോൾ അവിടെ എത്ര കിട്ടി? 150 നിന്ന് 160 വരെ 10 പോയിന്റ് ഈസി ആയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ 10 പോയിൻ്റ് എന്ന് പറയുമ്പോൾ എന്തായി? ആ 10 പോയിൻ്റൊന്നും അല്ല, അത് മാർക്കറ്റ് മൂവ് ചെയ്താൽ 167 175 വരെയൊക്കെ വരും. അതായത് ഇത് RSI ക്രോസ് ഓവർ ആവുന്ന വരെ ഇനി സിയിലായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ ഒരു പിൻബാർ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പിൻബാർ വന്നപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 24,421 കറക്റ്റായിട്ട് സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് നമ്മൾ ആ 230 330 ഒക്കെ ഇറങ്ങിയിട്ട് ഇവിടെ പിൻബാർ വന്നതുകൊണ്ടാണ് ഇത് കറക്റ്റായിട്ടൊരു റിവേഴ്സ് ആണെന്ന് നമുക്ക് മനസ്സിലായത്. അതെങ്ങനെ മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ ഒരു ലൈൻ വരക്കാം. ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഒന്ന് 2 മിനിറ്റിലേക്ക് ആക്കാം. 2 മിനിറ്റിലേക്ക് ആക്കിയപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായേ? 2 മിനിറ്റിലും ഒരു പിൻബാർ വന്നിട്ടുണ്ട്. ആ പിൻബാർ മറ്റേതിനെ ബേസ് 15 മിനിറ്റ്സിലെ സപ്പോർട്ട് എടുത്തതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ ആ ഒരു സപ്പോർട്ട് ഓൾറെഡി മാർക്കറ്റിൽ എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. അതായത് ഈ RSI ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പോയി. ഒരു അലർട്ട് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് വേണം എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ ഈ നമ്മളൊരു ബ്ലൂ ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി ഹിറ്റിങ്ങിൻ്റെ. ആ 162 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 167 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. അപ്പോൾ ഇത് ഇനി ഇവിടെ ക്രോസ് ഓവർ ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും ഈ ക്യാൻഡിലിന് 125 ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 340ലേക്ക് പോകും. അവിടെ 340 സ്പേസ് ഇട്ടിട്ടുണ്ട്. അതേപോലെ 30 മിനിറ്റിൽ എന്താ അവസ്ഥ? RSI ഒരു ക്രോസ് ഓവർ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി പ്രോഫിറ്റബിൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 56 മിനിറ്റ് ആയിട്ടുണ്ട്. ഓൾറെഡി നമ്മുടെ വീഡിയോ ഒക്കെ 1 മണിക്കൂർ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി.